നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നമ്മൾ ഒരുപാട് ആളുകൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറി. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമുക്ക് പ്രവാസികൾ, അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ട ആളുകൾ, അതുപോലെ നാട്ടിലൊരു ഗസ്റ്റ് വന്നാൽ, വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കണം. നമ്മൾ ചിക്കൻ ഉണ്ട്, നമ്മുടെ അടുത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നോർമലി വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറി. ഓക്കെ, അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് തീർക്കുകയും ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് 800 ഗ്രാം ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 800 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, അതുപോലെ തന്നെ വലിയ ഉള്ളി 2 സ്ലൈസ് ചെയ്തത്, ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇഞ്ചി, ഒരു വലിയ ഇഞ്ചി നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി എടുക്കുക, അത് ഇതുപോലെ ചതച്ചെടുക്കുക. പച്ചമുളക് ഒരു 5 ഇതുപോലെ മിക്സിയിൽ ചതച്ചെടുക്കുക. ഇത് നിങ്ങൾ മൂന്നും കൂടി ഒരുമിച്ച് ചതച്ച് വെച്ചാലും മതി. ക്വാണ്ടിറ്റി ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സെപ്പറേറ്റ് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില, അതുപോലെ നമുക്ക് വേണ്ടത് മല്ലിയില. ഇത്രയാണ് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളുള്ളത്. പിന്നെ മസാല 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് ഉപ്പ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ട മസാലകൾ. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, 1 ഗ്ലാസ് വെള്ളം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. നമുക്ക് വേറെ ഇത് പാത്രങ്ങളോ മറ്റോ വേണ്ടതില്ല. നമുക്ക് ചിക്കൻ കഴുകി വെച്ച ചിക്കൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുക്കറിലേക്ക് ഇടുക. കംപ്ലീറ്റ് ചിക്കൻ കുക്കറിലേക്ക് മാറ്റുക. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചിക്കൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സവോള, ഇത് നമ്മൾ ഉള്ളി കട്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇടുക. അതുപോലെ നമുക്ക് ടൊമാറ്റോ, അതും നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി കറിയിലേക്കുള്ളതാണ് കംപ്ലീറ്റ്. അപ്പോൾ അത് ഇതിലേക്ക് ഇടുക. പിന്നെയുള്ളത് ഈ മസാലകൾ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ മല്ലി ഇല ഒഴിച്ച് മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മല്ലിയില മാത്രമാണ് ബാലൻസ് ഉള്ളത്. അതുപോലെ മസാലകൾ കംപ്ലീറ്റ് ഈ കാണുന്ന എല്ലാ മസാലകളും നമ്മൾ ഒരുമിച്ച് ഈ കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ വേണ്ടത് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ, ആ അളവിൽ ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാൻ ഡയറക്റ്റ് ഒഴിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം ഈ വെള്ളം നിങ്ങളൊരു ഹാഫ്, ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിനകത്ത് ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഹാഫ് ഒഴിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ കറി എങ്ങനെ വേണം, കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കാം. ടൈറ്റ് ആയിട്ടുള്ള കറി, ഡ്രൈ ആയിട്ടുള്ള പോലത്തെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹാഫ് ഒഴിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളെല്ലാം ഇൻഗ്രീഡിയൻസ് ഇതിനകത്തായിട്ടുണ്ട്. കംപ്ലീറ്റ് മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വെള്ളമെല്ലാം ഒഴിച്ചെല്ലാം കഴിഞ്ഞാണ്. ഇനി നേരെ നമ്മൾ കുക്കർ അടയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പോർട്ടബിൾ സ്റ്റൗവിലാണ് വെക്കുന്നത്. നമ്മുടെ ഇപ്പോൾ സൗകര്യങ്ങളെല്ലാം ക്ലിയർ ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്കർ ഓൺ ആക്കാം. ഓക്കെ, സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇനി വേണ്ടത് ഒരു 3 വിസിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ആകെ 3 വിസിൽ മാത്രമാണ് നമുക്കിത് വേവാൻ വേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച ചിക്കൻ വേവിച്ച് നമുക്കിപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 3 വിസിൽ കംപ്ലീറ്റ് എയർ എല്ലാം പോയതാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ചിക്കൻ കറി റെഡി. ഓക്കെ, വേറെ ഒരു പണിയും നമുക്ക് ഇനിയില്ല. കംപ്ലീറ്റ് ചിക്കൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം 3 വിസിലടിക്കുന്ന സമയം മാത്രമേ നമുക്ക് ഒരു ചിക്കൻ കറിക്ക് ആവശ്യമുള്ളൂ. ചിക്കൻ കറി കംപ്ലീറ്റ് റെഡിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഓക്കെ, ഒരു 10 മിനിറ്റ് കൊണ്ടാണ്. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ മല്ലിയില ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നിങ്ങൾക്കറിയാം. ഈ ഇത്രയും മിക്സിങ് എല്ലാം ചെയ്ത് 3 വിസിലടിക്കാൻ നമുക്ക് വേണ്ടത് 10 മിനിറ്റ്. അതിൽ കൂടുതൽ നമുക്ക് സമയം വേണ്ടി വരില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന
കറികളൊന്നാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഷംസാബ്, അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇനി അടുത്ത വീഡിയോയ്ക്കും ഇനിയുള്ള വീഡിയോകളിലൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ഇനി വരുന്ന എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇതിനകത്തിട്ട ഗരം മസാല നമ്മളെല്ലാം പൊടിക്കുന്നതും എല്ലാം നമ്മൾ സെപ്പറേറ്റ് കാണിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അസ്സലാമു അലൈക്കും.